ഹായ്. ഇന്ന് ശനിയാഴ്ച, വീക്കെൻഡിലെ രണ്ടാമത്തെ ദിവസം. അപ്പം വേറൊന്നുമല്ല, ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് മുടി നരച്ചിരിക്കുന്ന നമ്മൾ കളർ ചെയ്ത് വെട്ടിയിലടക്കുന്നിടം വരെ നമ്മൾ കളർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിത്യമായിട്ട് ചെയ്തൊരു പരിപാടി തന്നെയാണ് ഇത്. അതിന് ഒരിക്കലും മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ മൈലാഞ്ചി ഇടുമായിരുന്നു. ചില കുഞ്ഞിനെ തന്നെ മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പൊന്നും ഇല്ലാതെ മോൻ്റെ കഴിയുന്നുണ്ട്. ഇത് ചുമപ്പ് ഒറിജിനലാട്ടാ, അങ്ങിയില്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോണത് മുടി കളർ ചെയ്യുന്നതാണ്. അത് ഒറ്റ ഭാഗമായിട്ടല്ല, ഒരു 1-2 ഭാഗമായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് നീണ്ട പ്രോസസ്സിംഗ് അല്ലേ. അപ്പം അതിന് കുറച്ച് സമയം കൊടുത്ത് ചെയ്ത് എല്ലാവരെയും അറിയിക്കുകയാണെങ്കിൽ അതിനൊരു രസമുണ്ടാകും. അപ്പോൾ നമുക്ക് മുടി ചേച്ചി ഒന്ന് സെറ്റാക്കാം. ഓക്കെ, കണ്ണാടിയൊന്നുമില്ല, ഈ ക്യാമറയിൽ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇത് കണ്ടോ, മുടി പോകുന്ന കണ്ടോ, കാണാവോ? കുന്ന മുടി. മൊട്ടയാവില്ല, നമ്മൾ എത്രയൊക്കെ മുടി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മൊട്ടയാവില്ല. ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾക്ക് 100 മുടി വരെ പൊഴിയാന്ന് എങ്ങാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോയിലോ വായിച്ചതല്ല, ഏതോ ഒരു ഡോക്ടറാണ് അത് പറഞ്ഞതായിട്ട്. ഓക്കെ, അതായത് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ മിക്സ് ചെയ്യാൻ പോവാണ്. ആ കളർ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഇതിനകത്ത് പേര് ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. ലെറ്റ് എന്നാണ്. ഇതെപ്പോഴും ഞാൻ ഈ 10 റിയാൽ ഓഫർ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആഴ്ച ചെയ്യേണ്ടത് കൊണ്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മേടിക്കാറില്ല. അതിനകത്ത് നോർമലി എല്ലാത്തിനകത്തും ഉള്ളതുപോലെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഒരു ഹെയർ മാസ്ക് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്. ഇനി അടുത്ത പ്രോസസ്സിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനത് പാത്രത്തിലേക്ക് എടുക്കുക. പൊതുവെ ഞാൻ എങ്ങനെയാണെന്നറിയാമോ, മൊത്തം എടുക്കാറില്ല. കാരണം തല മുഴുവനും കളറടിച്ച് വെക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആഴ്ചയിൽ ഇത് ചെയ്യണം. അപ്പൊ ആഴ്ചയിൽ ചെയ്യാൻ വേണ്ടിയുള്ള പല നിറച്ചും കെമിക്കലും ആയിത്തേക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് അത് എവിടെ തേക്കണം എന്നറിയാമോ? ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇത് കണ്ടോ, ഇപ്പൊ മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കാണും, മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇവിടെ കാണും. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെയൊക്കെ മാത്രമേ ഞാൻ അടിക്കാറുള്ളൂ. അപ്പൊ ഞാനിപ്പോൾ എടുത്തത് ഇങ്ങനെയാണ്. ഇതിനൊരു അളവും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതിന്റെ ml വെച്ചിട്ടുള്ള കൃത്യം ബോട്ടിൽ 2ന്റെ കൂടെ മിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാനൊന്നും ഇല്ല. ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുത്തിട്ട് കുറച്ച് ബാലൻസ് വെക്കും.